ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചായക്കടയിൽ കിട്ടുന്ന നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചായക്കടയിലും തട്ടുകടയിലും പോയാൽ കാണുന്ന ഒരു തരം നെയ്യപ്പം ഇല്ലേ, മധുരമൊന്നും ഇല്ലാതെ നല്ല വൈറ്റ് കളറുള്ള ഒരു നെയ്യപ്പം. നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. അത് വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയും ആ ഒരു നെയ്യപ്പും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാക്കലുണ്ട് കേട്ടോ ആ നെയ്യപ്പം. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിലെല്ലാം ചായക്കടയിലും തട്ടുകടയിലെല്ലാം ഒരു തരം നെയ്യപ്പം കിട്ടും. മധുരമുള്ളതും കിട്ടും, മധുരം ഇല്ലാത്തതും കിട്ടും കേട്ടാ. അപ്പൊ മധുരം ഇല്ലാതെ ഒരു നെയ്യപ്പം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പമാണ് കേട്ടാ. അപ്പൊ അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഏതെങ്കിലും കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. നോൺ വെജ് ആയിട്ടുള്ള ചിക്കനോ മട്ടനോ ബീഫോ ഏതിന്റെ കൂടെയായാലും നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ആ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങള്: പച്ചരി വേണം. ഞാൻ പച്ചരി മിനിമം ഒരു 4-5 മണിക്കൂർ കുതിർത്ത പച്ചരി വേണം കേട്ടാ. അപ്പൊ ഞാനിതൊരു 4-5 മണിക്കൂർ കുതിർത്ത പച്ചരിയാണ്. അത് കഴുകി വെള്ളം ഊറ്റിയെടുത്ത പച്ചരിയാണിത്. കുക്ക്ഡ് റൈസ് ആയിട്ടുള്ള ഏതും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ. ആ പൊന്നിയരി ഒരു പിടി. ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കേട്ടാ. ഈ ഒരു ഗ്ലാസ് ാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കുക്ക്ഡ് റൈസ് ഒരു പിടി കേട്ടാ. ഒരു 2 പിടി തേങ്ങ, പിന്നെ ഒരു മീഡിയം സൈസ് സവാള, ഉള്ളി, പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, വെള്ളം വേണം. ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു മിക്സിന്റെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതരിന്റെ ചോറാണോ വെക്കുന്നത് ആ ചോറ് ഒരു പിടി, ആ ഒരു പിടി ചോറും ഈ അരി ഇട്ടതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചു കൊടുക്കുക. നന്നായി ലൂസാകാനും പാടില്ല, നന്നായി ടൈറ്റ് ആകാനും പാടില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചു നോക്കാം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. തേങ്ങയും ഉള്ളിയും ചോറും പച്ചരിയും കൂടിയിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി ലൂസാകാനും പാടില്ല, നന്നായി ടൈറ്റ് ആകാനും പാടില്ല കേട്ടാ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഉപ്പും ചേർത്തിട്ട് കേട്ടാ. അപ്പോൾ നമുക്കിത് നെയ്യപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിൽ മുക്കാൽ ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. അത് ചിലപ്പോൾ നിങ്ങളെ കയ്യിലുള്ള അരിൻ്റെതും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നന്നായിട്ട് കിട്ടൂല. അപ്പം നമുക്കിനി നെയ്യപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് നെയ്യപ്പം ചുട്ടെടുക്കാം. മാവ് എടുക്കുക, പതിയെ ഒഴിച്ചു കൊടുക്കുക. കണ്ടാ, നല്ല പൊന്തി വന്നിട്ടുണ്ടോ? അടിപൊളി അപ്പായിട്ടുണ്ട് കേട്ടാ. ഈസി അല്ലേ ഉണ്ടാക്കാൻ, എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ നെയ്യപ്പം ചുടാത്തവര് ഒന്ന് ചുട്ടു നോക്കണേ. നമ്മളെ കണ്ണൂരിലും തട്ടുകടയിലായാലും ചായക്കടയിലായാലും എല്ലാം കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഈ നെയ്യപ്പം മധുരമുള്ള നെയ്യപ്പെല്ലാം കിട്ടും. നമ്മള് വീട്ടിൽ നെയ്യപ്പം മധുരമുള്ളതിന് മാത്രമുള്ള നെയ്യപ്പം എന്നറിയാം, മധുരമില്ലാതെ നെയ്യപ്പം എന്നാട്ടോ ഇതിനെല്ലാം പറയാം. കണ്ടാ, ഇത് പൊന്തി വന്നിട്ടുണ്ടോ? ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് നല്ല ചിക്കൻ കറീന്റെ കൂടെയെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു വിരുന്നുകാരെല്ലാം വരുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒരു അപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയെന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, ഒരിക്കൽ ചുടുമ്പോഴും ഇങ്ങനെ ഒന്ന് മാവ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അപ്പം ഒരു ഇതായിട്ട് കിട്ടൂല കേട്ടോ. കണ്ടോ, നല്ല പൊന്തി വന്നിട്ട് ബോൾ പോലെ വന്നിട്ടുണ്ടോ? അടിപൊളിയല്ലേ കാണാൻ? നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അപ്പം തിന്നുമ്പം നെയ്പ്പത്തലില്ലേ, നെയ്പ്പത്തലെല്ലാം തിന്നുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നാൽ നെയ്പ്പത്തലിന്റെ അത്ര എഫേർട്ടും ഇല്ല, പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും. നെയ്പ്പത്തലിനെക്കാട്ടി ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. എന്നാൽ നെയ്പ്പത്തലിന്റെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. കുറച്ച് ജീരകം കൂട്ടിയിട്ട് അരച്ചെടുത്താൽ, ഞാനിവിടെ ജീരകം കൂട്ടി അരച്ചെടുക്കുന്നില്ല, നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന ട്രഡീഷണൽ വേയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെ, ഈസി അല്ലേ? നിങ്ങൾക്ക് കാണുമ്പോ എന്നാ തോന്നുന്നത്? ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. തീ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം തീ ചൂട് കൂടിപ്പോയാൽ അപ്പം നന്നായി കിട്ടൂല, ചൂട് കുറഞ്ഞാലും അപ്പം നന്നായി കിട്ടൂല. ഒരു മീഡിയത്തിൽ തീ വെച്ചു കൊടുക്കണം കേട്ടോ. അരിപ്പത്തട്ടില് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് അഥവാ എണ്ണ ഉണ്ടെങ്കിൽ അത് എണ്ണ കുടിച്ചോളും. അപ്പം ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ ഇതിന്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് നല്ല അപ്പായിട്ട് കിട്ടും കേട്ടോ. ഏതൊരു എണ്ണക്കടി ആയാലും നമ്മൾ ഒഴിക്കുന്ന സമയത്തും തിരിച്ചെടുക്കുന്ന സമയത്തും നല്ല എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ അപ്പം നന്നായി വരൂല. കണ്ട, ഇതെല്ലാം നല്ല അപ്പായിട്ട് വരുന്നുണ്ടോ? നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ചൂടില്ലെങ്കിൽ നമ്മൾ ഏത് എണ്ണക്കടി ആയാലും ആക്കുമ്പം ആ അപ്പം നല്ലോണം എണ്ണ കുടിക്കും. എണ്ണ കുടിച്ചാൽ അപ്പം ഒരു ടേസ്റ്റും ഉണ്ടാവൂല കേട്ടോ. അപ്പോൾ ഒരു തൊണ്ടക്കൽ ഇങ്ങനെ കുത്തുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ട, നല്ല അടിപൊളി അപ്പാണ് കേട്ടോ. ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. നമ്മൾ ചുട്ടെടുത്ത നെയ്യപ്പം കണ്ട അടിപൊളിയാണ് കേട്ടോ. കണ്ടാ, ഇത് പൊങ്ങി വന്ന് ഇത് പൊട്ടിപ്പോയി. അത്രയും സോഫ്റ്റ് ആണ്. കണ്ട, ഇത് നല്ല ചിക്കൻ കറീന്റെ കൂടിയെല്ലാം കഴിക്കാൻ അടിപൊളി. കാണുമ്പോ ഒരു നെയ്പ്പത്തലെല്ലാം പോലെ ഇല്ലേ കാണുമ്പോ? ഈ നെയ്യപ്പം നോക്കിയേ, പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം. ഇത് നമുക്ക് മധുരം ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടാക്കാം, വെല്ലം ഇട്ടിട്ടാക്കാം. പക്ഷെ വെല്ലവും പഞ്ചസാരയിൽ ഇടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിള് എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു നെയ്യപ്പം, ചായക്കടയിലെല്ലാം കിട്ടുന്ന നെയ്യപ്പം. മധുരം ഇഷ്ടപ്പെടാത്തവർക്കും മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അപ്പമാണ് ഇത്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ എല്ലാ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ ഒരു 15 നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അരിന്റെ അളവിൽ 15 നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. കണ്ട, ഞാനിവിടെ ആ ഒരു ഗ്ലാസ് അരിന്റെ അളവിന് ഇവിടെ 15 നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? കാണാനും നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. കണ്ടോ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് ദിവസം കാണാം. ഓക്കെ ബൈ.